പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെയും എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമേ തന്നെ ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിച്ചു കൊള്ളുന്നു. എൻ്റെ പേര് ജിൻസി ഷിജോ, എൻ്റെ ഭർത്താവ് ഷിജോ. ഞങ്ങൾ 2018 മുതൽ കൃപാസനത്തിൽ വരികയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കുന്നത് 20/4/2023 ഞാൻ ഉടമ്പടി വെച്ച എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 സെൻറ്റ് സ്ഥലം അപ്പച്ചൻ ഷിജോയുടെ പേരിൽ എഴുതി കൊടുത്തായിരുന്നു. അപ്പോൾ അതിനൊരു വഴിയില്ലായിരുന്നു. വഴി ഞങ്ങളുടെ റിലേറ്റീവ്സായ ഒരു ബന്ധുവിനോട് വഴി വാങ്ങിച്ചായിരുന്നു. വഴി വാങ്ങിച്ചെങ്കിലും ഞങ്ങളതിൽ ആധാരത്തിൽ ഞങ്ങൾ വഴിയെന്ന് എഴുതിയിട്ടില്ലായിരുന്നു. പക്ഷേ പല പ്രാവശ്യം ഞങ്ങൾ വഴിക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ അവർ വഴി തരാൻ സമ്മതമല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ നിയോഗമായിട്ട് എൻ്റെ സമർപ്പിച്ചത്. അങ്ങനെ ഇരിക്കെ 2023 ഫെബ്രുവരി 8 ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. വീട്ടിലെ ഒരു പ്രശ്നം മൂലം ഞങ്ങൾ വാടകയ്ക്ക് പോകാൻ തീരുമാനിച്ചു. വാടകയ്ക്ക് പോകാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ നിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തിട്ട് നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ആദ്യമേ ഞങ്ങളൊരു വാടക വീട് കണ്ടു. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് 7 മണി കഴിയും വീട്ടിൽ വരുമ്പോൾ. ഞങ്ങൾക്കൊരു പെങ്കൊച്ചാണുള്ളത്. അപ്പോൾ കൊച്ചിനെ അത്രയും ദൂരമുള്ളൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുത്താൻ എനിക്കൊരു ഭയമായിരുന്നു. രണ്ടാമത്തെ വീട് കാണുവാൻ ഞങ്ങൾ പോയി. അവിടെ ചെന്നു, കുഴപ്പമില്ലെന്ന് കണ്ടു. ഞങ്ങളുടെ കൂടെ അമ്മച്ചിയും കൂടെ വന്നിരുന്നു. അമ്മച്ചി അവരോട് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനും ഷിജോട് നിൽക്കുക. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, മാതാവേ, എന്നാലും നീ എന്നെ ഒരു വാടക വീട്ടിലോട്ടാണല്ലോ അയക്കുന്നതെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുകയാണ്, നീ എന്തിനാണ് വാടകയ്ക്ക് പോകുന്നത്? അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എൻ്റെ മനസ്സിലിരുന്ന ആരോ പറയുകയാണ്, നീ വാടകയ്ക്കൊന്നും പോകേണ്ട ആളല്ല, നിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലം നീ വാങ്ങിക്കുന്ന എൻ്റെ മനസ്സിലിരുന്ന് പറയുക. അമ്മച്ചി അവരോട് ചെന്ന് വാടക ചീട്ട് എഴുതാമെന്നുള്ള ധാരണ വന്നപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഷിജോട് ആദ്യം ഞാൻ പറഞ്ഞു, നമ്മൾ വാടകയ്ക്ക് പോകുന്നില്ല, എൻ്റെ മനസ്സിലിരുന്ന് മാതാവ് പറയുന്നുണ്ട് നമുക്ക് ആ സ്ഥലം മേടിക്കാമെന്ന്. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങളത് എങ്ങനെ വാങ്ങിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അമ്മച്ചോട് ഞാൻ പറഞ്ഞു, അമ്മേ, നമുക്കിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ല, ഞങ്ങളിപ്പോൾ വാടകയ്ക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു. അമ്മച്ചോട് ഈ കാര്യം പറഞ്ഞുമില്ല. തിരിച്ച് പിറ്റേത് അപ്പോൾ എന്നും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിക്കണം എന്ന് ആഗ്രഹം തുടങ്ങിയ ഫെബ്രുവരി 9 പറഞ്ഞു. 10 മുതൽ ഞങ്ങളെന്നും ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ പറയും, മാതാവേ, നീയായിട്ട് എനിക്കൊരാഗ്രഹം തന്നതാണ്, എനിക്കത് തരാനാണെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ സാക്ഷ്യത്തിലൂടെ സ്ഥലത്തെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങളായിരിക്കണം എനിക്ക് കേൾക്കേണ്ടിയിരുന്നല്ലേ, എന്നാലാണ് എനിക്ക്. അപ്പോൾ ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം സ്ഥലം വാങ്ങിച്ച് വഴി കിട്ടുന്നു, സ്ഥലം വാങ്ങിക്കുന്നുള്ള സാക്ഷ്യങ്ങളാണ് ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസ എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഞങ്ങളുടെ അനിയൻ ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി, അവനോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ, ഞാനൊരു ലോൺ വെച്ച് നോക്കാം, നമുക്ക് കിട്ടുമോ ഇല്ലെന്നറിയില്ല. അപ്പോൾ ഞാൻ മെയ് മാസം വണക്കത്തിൽ എഴുതിയിട്ടു. മെയ് 3 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ, നീയാണ് ഞങ്ങൾ ഒരുമിപ്പിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഈ മെയ് മാസം തന്നെ ലോണ് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മെയ് മാസം അവസാനമായിട്ട് ലോണിനെ കുറിച്ചൊന്നും ആകുന്നില്ല. ഞങ്ങളെന്നും പ്രാർത്ഥിക്കുക, ഞാൻ രാവും പകലില്ലാതെ പ്രാർത്ഥിക്കുക, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, തിരി കത്തിച്ചു സമയം കിട്ടുമ്പോഴല്ല. 27 തീയതി 28 30 തീയതി ആയിട്ട് ലോണിനെ കുറിച്ചൊന്നും പറയില്ല. അവൻ പറയുന്നത്, അണ്ണ അവർ തരാമെന്നാണ് പറയുന്നത്, കിട്ടുക. 31 തീയതി രാത്രി 8 മണിയായപ്പോൾ അനിയൻ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, അണ്ണ 5 ലക്ഷം രൂപ ലോൺ പാസ്സായിട്ടുണ്ടെന്ന് പറയുകയാണ്. ആ ജൂൺ മാസം തന്നെ 4 മാസത്തെ എഗ്രിമെൻറ്റിലാണ് ഞങ്ങൾ ആധാരം എഴുതാൻ തീരുമാനിച്ചത്. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആധാരം എഴുതി ആ സ്ഥലം സ്വന്തമാക്കാൻ സാധിച്ചു. വഴിയില്ലായിരുന്ന ഒരു വഴിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾക്ക് മാതാവ് തന്ന സ്ഥലം പഞ്ചായത്ത് റോഡ് വസ്തുവിൻ്റെ 2 സൈഡും പഞ്ചായത്ത് റോഡ് കണക്റ്റഡായ ഒരു വസ്തു 7 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങിക്കുവാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ മെയ് മാസം വണക്കത്തിൽ ഞാൻ എഴുതിയിട്ടിരുന്നു. അവിടെ ഇരുന്ന പ്രേക്ഷകർ മുന്നോട് ചോദിച്ചു, എന്തെല്ലാം 3 ആഗ്രഹങ്ങൾ എഴുതിയിടാൻ പറഞ്ഞു. 2 ആഗ്രഹം, ഇപ്പോൾ 3ാമത് തന്നെ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുതിക്ക, ഹസ്ബൻഡ് വണ്ടി ഓടിക്കത്തില്ല, അന്നേരം ഞാൻ എഴുതി, മാതാവേ, എനിക്കൊരു വാഹനം വാങ്ങിക്കണമെന്ന് എഴുതിയിട്ടു. ജൂൺ 9 തീയതി നമുക്കതൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. അതിനേക്കാളും പ്രധാനമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ എനിക്ക് സാധിച്ചത്, ഞങ്ങളുടെ അപ്പച്ചൻ്റെ പെങ്ങളുമായിട്ട് നിസ്സാരം ഒരു സംഭവത്തിന് വേണമെങ്കിൽ 5 വർഷക്കാലത്തോളം എനിക്ക് ആൻറ്റിയായിട്ട് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. എന്നിലൊരു ഈഗോ അതിന് സമ്മതിച്ചില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം മേടിച്ചങ്ങനെ വീട് പണിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പറമ്പിൽ പോയെന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുകയാണ്,
നീ ആൻറ്റിയുമായി രമ്യതപ്പെടുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷിജോട് പറഞ്ഞു, നമുക്ക് ആൻറ്റിയുടെ വീട്ടിലൊന്ന് പോകണം, നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞു എനിക്ക് ആൻറ്റിയായിട്ട് രമ്യതപ്പെടണം മാതാവിന്. അപ്പോൾ ഷിജോ പറഞ്ഞു, ഇല്ലടി ആൻറ്റി വരുമ്പോൾ നമുക്ക് അപ്പം എനിക്ക് അവരോട് ഞാൻ കാരണമാണ് അവർ നമ്മുടെ വീട്ടിൽ വരാറുന്നത്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി തന്നെ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡിസംബർ മാസത്തിൽ ആൻറ്റിയുടെ വീട്ടിൽ പോയി അവരുമായിട്ട് രമ്യതപ്പെടുകയും ആൻറ്റി പിന്നീട് എന്നെ വിളിക്കുകയോ ഞങ്ങൾ സ്ഥിരം കോൺടാക്റ്റും ഉണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ആൻറ്റി ജവമാല റാലിക്ക് എൻ്റെ കൂടെ കൃപാസനത്തിൽ ആൻറ്റി വരികയും കഴിഞ്ഞ ആഴ്ച വന്ന് ആൻറ്റി എൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത്രയാണ് എനിക്ക് ഉടമ്പടിയിലുള്ള ലഭിച്ച അനുഗ്രഹങ്ങൾ. കാരുണ്യപ്രവൃത്തിയുമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ആശുപത്രികൾ ഞാൻ പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൈസയായിട്ട് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളതുപോലെ ഞാൻ സഹായിക്കും. എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലപ്പോഴും മറ്റുള്ളവരിൽ നിന്നാണേലും അവരുടെ ബുദ്ധിമുട്ട് കണ്ട് വാങ്ങിച്ചു കൊടുക്കാനൊരു മനസ്സെനിക്ക് ഈശോ തന്നു. പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം എല്ലാ സ്ഥലത്തും കൊടുക്കും. ആശുപത്രികളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വഴിയിലെല്ലാം കൊണ്ടു നടന്ന് കൊടുക്കാറുണ്ട് പത്രം വാങ്ങിച്ച്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് നന്ദി. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 9 തിരുവചനം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം എന്നെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പഴയ നിയമത്തിൽ നാം അനുരഞ്ജനത്തിന് തയ്യാറായാൽ ജോഷുവയോട് ദൈവം പറയുന്നത് ഒന്ന് മാത്രമാണ്, നീ അനുതപിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും കൃപകളും ഉടൻ പരിഹാരമാണ്. അതാണ് ഉടമ്പടി എന്ന് ജിൻസി ഷിജോ ഇവിടെ ഏറ്റുപറയുന്നത്. അവർ അനുതപിക്കുവാൻ തയ്യാറായപ്പോൾ ഉടമ്പടി എടുത്തപ്പോഴാണ് പല ചുരുളുകളും അഴിയുന്നത്. അനുതപിക്കേണ്ടതും ക്ഷമ ചോദിക്കേണ്ടതും ക്ഷമ നൽകേണ്ടതുമായ ഒരു വലിയ ആവശ്യവും അതിൻ്റെ സാധ്യതകളും ഈ മകൾക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരങ്ങൾ കുറയ്ക്കുവാനായി, ജീവിതഭാരങ്ങൾ ഏറ്റെടുക്കുവാനായി ഈശോയോട് പറയുന്നത് ക്ഷമയുടെ വാതിലുകൾ തുറന്നപ്പോഴാണെന്ന് ജിൻസി മനസ്സിലാക്കുകയും അതവർക്ക് അനുഗ്രഹമായി അഭിഷേകമായി ലഭിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. വാടക വീട്ടിലേക്ക് മാറി ഇവരുടെ സ്റ്റാറ്റസ് കുറയ്ക്കാൻ ഉള്ള ഒരു തീരുമാനമെടുത്തു. എന്നാലും വളരെ കണ്ണുനീരോടുകൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് ഒരു നല്ല പഞ്ചായത്ത് റോഡിനടുത്തുള്ള 7 സെൻറ്റ് സ്ഥലവും ഒരു വലിയ സാധ്യതകളും വീടിനുള്ളൊരു വഴിയും കൂടിയാണ് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇവർക്ക് പ്രാപിച്ചു കൊടുത്തിട്ടുള്ളത്. ഈശോ അവരെ വളരെയധികം ഉയർത്തി അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന കരുതലാകുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. സ്ഥലം വാങ്ങുന്നതിനായി ഇവർ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം. ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വിശ്വാസ പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രമാണം ചൊല്ലുന്നതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോ രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു വലിയ പ്രഖ്യാപനമാണത്. ജിൻസി ഷിജോ യേശു കർത്താവാണെന്ന് ഏറ്റുപറയുമ്പോഴുള്ള ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റുപറയുന്നത്. അവരുടെ കൊച്ചു ആഗ്രഹങ്ങളും ഒരു വാഹനം വാങ്ങണമെന്നുള്ള ആഗ്രഹം അതിവിടെ വന്ന് ആരോ പരിശുദ്ധ അമ്മ തന്നെ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരെ അടിക്കടി ഓർമ്മിപ്പിക്കുകയും ഈശോയിൽ നിന്ന് അവർക്ക് പ്രാപിക്കുകയും ചെയ്തു എന്നതിൻ്റെ വലിയ സാക്ഷ്യമാണ്. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് നാം ഉടമ്പടിയിലൂടെ നിയോഗമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രം നാം അമ്മയെ അത് ഓർമ്മിപ്പിച്ചാൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതായും സ്വപ്നദർശനങ്ങളുടെ എല്ലാം നമുക്ക് അമ്മ മാധ്യസ്ഥം നൽകി നമുക്ക് സാമീപ്യം നൽകുന്നതായും നമുക്ക് അനുഭവവേദ്യമാകും. നമ്മുടെ എല്ലാ ജീവിത സങ്കടങ്ങളെയും കണ്ണുനീരിനെയും പ്രതിസന്ധികളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈശോ വീണ്ടും വീണ്ടും നമ്മെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജിൻസി ഷിജോയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.